ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 7-ാം വാക്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനഭാഗവും ഇത് തന്നെയാണ്. കാരണം കരുണ നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാർത്ഥത നിറഞ്ഞ ഭൗതികതയെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുക. മറ്റുള്ളവർക്ക് വേദനയുണ്ടാകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാനായിട്ടോ അവരുടെ ഒപ്പം ഇരിക്കുവാനായിട്ടോ നമ്മളൊക്കെ ഇന്ന് പരിശ്രമിക്കുന്നില്ല. കാരണം സ്വാർത്ഥത, എന്റെ ഇഷ്ടം, എന്റെ ആഗ്രഹങ്ങൾ, അതിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിട്ട് മാറി. അവിടെയാണ് ഈ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ബലിയല്ല, കരുണയെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം കരുണ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വേദനിച്ചിരിക്കുന്നവന് ആശ്വസിപ്പിക്കുവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുണ്യപ്രവൃത്തികൾ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടുകൂടി അവന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് എൻ്റെ ദൈവത്തിന് മുൻപിൽ നിൽക്കുവാനായിട്ടുള്ള യോഗ്യത നമുക്ക് നേടുവാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കരുണയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ബലിയേക്കാൾ പ്രധാനപ്പെട്ടതാണ് കരുണ. നീ കരുണയില്ലാതെ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചാലും എത്ര ബലി അർപ്പിച്ചാലും അത് ദൈവത്തിന്റെ മുൻപില് സ്വീകരിക്കപ്പെടുകയില്ല. നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ മുൻപില് സ്വീകരിക്കപ്പെടണമെങ്കിൽ നിന്റെ ജീവിതത്തില് കരുണയുണ്ടായിരിക്കണം. വേദനിക്കുന്നവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് തയ്യാറാവണം. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? വേദനിച്ചിരിക്കുന്നവനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കാണുമ്പോൾ അത് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യൂട്യൂബിലൂടെ നമ്മളത് പകർത്താറുണ്ട്, മറ്റുള്ളവർക്ക് കാണിക്കാറുണ്ട്. പക്ഷെ അവരോട് കരുണ കാണിക്കാനായിട്ടോ അവരെ ആശ്വസിപ്പിക്കാനായിട്ടോ നമ്മൾ തയ്യാറാവുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തിനാ? റീച്ച് കിട്ടണം, മറ്റുള്ളവരുടെ മുൻപില് എനിക്ക് സ്ഥാനം കിട്ടണം, അംഗീകാരം കിട്ടണം, ബഹുമാനം കിട്ടണം, പണം കിട്ടണം. ഈ ആഗ്രഹത്തോടുകൂടി നമ്മൾ ഇതെല്ലാം പകർത്തുകയാ. അവരെ സഹായിക്കാനായിട്ടോ അവനോട് കരുണ കാണിക്കാനായിട്ടോ എനിക്ക് ലഭിക്കുന്ന അവസരം പോലും പലപ്പോഴും ഞാൻ പാഴാക്കി കളയുകയാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ള നമ്മോടാണ് ഈശോ പറയുന്നത്, മോനെ, നിന്റെ ജീവിതത്തില് കരുണയില്ല എങ്കിൽ നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഫലമില്ല, നിന്നെ ഞാൻ തിരസ്കരിക്കും. സ്നേഹമുള്ളവർ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് കരുണ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുക. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട് ചെയ്യാൻ പറ്റുന്ന പുണ്യപ്രവൃത്തികള് നമ്മുടെ ബഹുമാനത്തിനും നമ്മുടെ സ്ഥാനമാനത്തിനും ആഗ്രഹിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാനായിട്ട് ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടുകൂടി ഈശോ ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കടന്നു പോയതുപോലെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.